എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. ഇങ്ങനെ നമ്മുടെ നെറ്റ് എക്കണോമിക്സിന്റെ നെറ്റ് എക്സാമിന്റെ തന്നെ പൊതുവെ ഡേറ്റ് വന്നു അല്ലേ? ജനുവരി 1 തൊട്ട് 19 എന്നാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തോട് അടുത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ സൈക്കിളിലെ കുട്ടികൾക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട്. കാരണം ഇനി പഠിച്ചിട്ട് എന്താവാനാ? എക്സാം അറ്റൻഡ് പോലും ചെയ്യണോ, അതോ ഇനി ജൂണിൽ എക്സാം അറ്റൻഡ് ചെയ്താൽ പോരെ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുന്നത്തെ എക്സാമിന്റെ സൈക്കിൾ മൊത്തത്തിലൊന്ന് താളം തെറ്റി കിടക്കുക അല്ലെ. റിസൾട്ട് ഒക്കെ വന്നത് തന്നെ ഈ അടുത്താണ് അല്ലെ, ഒരു 1-1.5 മാസം മുമ്പേ റിസൾട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ പ്രിപ്പറേഷൻ, ആ ഒരു സൈക്കിൾ ജൂൺ 2024 എന്ന സൈക്കിളിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്ത് കടന്നിട്ട് തന്നെ ഇല്ല അല്ലെ. ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇനിയും റിലീസ് ആവുന്നേ ഉള്ളൂ. സോ നമ്മൾ ആ ഒരു സൈക്കിളിന്റെ പ്രിപ്പറേഷനിൽ നിന്നും പൂർണ്ണമായും പുറത്ത് കടന്നിട്ടുമില്ല. എന്നായിട്ട് അപ്പോഴേക്കും നമ്മുടെ നെക്സ്റ്റ് സൈക്കിൾ വരികയും ചെയ്തു. അതിനൊട്ട് ടൈമും ഇല്ല. അപ്പൊ ഇതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഒരുപാട് കുട്ടികളുടെ മുന്നിൽ ഈ ഒരു ആശങ്കയുള്ളത്. എന്തിനാണ് ഇനി ഡിസംബർ അറ്റൻഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് പൈസ ചിലവാക്കുന്നത്, നേരെ ജൂണിന് പഠിച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലായാലും നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ, ഇപ്പോൾ ഓരോ കുട്ടികളുടെയും ബേസ് ഓരോ രീതിയിലായിരിക്കും അല്ലെ. ചിലവരുടെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും, ചിലവർക്ക് ബേസ് വീക്ക് ആയിരിക്കും, ചിലവർക്ക് ഒരു ആവറേജ് ആയിട്ട് അത്യാവശ്യമൊക്കെ ഓക്കെ ആണെന്നുണ്ടാവും. ഏത് രീതിയിലാണെങ്കിലും ഒരു വെറൈറ്റി ഓഫ് കേസസ് ആണ് അല്ലെ. ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ള തീരുമാനത്തിൽ തന്നെ എത്താം. നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ബെസ്റ്റ് എന്തായാലും അറിയുള്ളൂ. പക്ഷെ എന്ത് തന്നെ ആയാലും ഏത് കാറ്റഗറിയിലാണെങ്കിലും, ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ നിങ്ങൾ പെട്ടാലും ഡിസംബറത്തെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഏത് കാറ്റഗറിയിലാണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണെങ്കിലും ബേസ് വീക്ക് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുക? ഈ ഒപ്റ്റിമൈസേഷൻ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സ്ട്രാറ്റജിക്കലി നടന്നിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യമെങ്കിലും നിങ്ങളുടെ ബേസ് ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് പലരും പറയുന്നത് ചില സമയത്തൊക്കെ ലക്ക് ഫാക്ടർ ആണെന്നൊക്കെ പറയും അല്ലേ. അത് ശരിക്കും ലക്കല്ല. ഈ ഒരു അവസാന മന്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അവസാന മന്തിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ അവസാന നിമിഷത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ വിച്ചെവർ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ യു ഹാവ് അൺടിൽ നൗ, ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ, നിങ്ങളുടെ നിലവിലെ നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1-2 സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് മേലെ കയറി എക്സാമിന്റെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താൽ കിട്ടുന്ന മാർക്കിനേക്കാളും കുറച്ചും കൂടെ ഹയർ സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഒപ്റ്റിമൈസ് യുവർ എക്സാം പെർഫോമൻസ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യുക. യൂഷ്വലി എല്ലാവരും പാസീവ് ലേണിംഗ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. അതായത് പാസീവ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടെന്ന്, പക്ഷെ ശരിക്കും ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ശരിക്കും ടു ബി ഫ്രാങ്ക്, ക്ലാസ് കേൾക്കുന്നത്. ഒരു ക്ലാസ് കേൾക്കുന്നതിലൂടെ നമുക്ക് ഇൻഫോർമേഷൻസ് ഒരുപാട് കിട്ടും. നല്ലതാണ് കേട്ടോ, ഒരിക്കലും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പാസീവ് മൊത്തത്തിൽ ക്ലാസ് കേൾക്കുന്നത് മാത്രമല്ല, പാസീവ് ലേണിംഗിന്റെ മെത്തേഡ്സ് ഒട്ടും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കാനും നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി തരാനുമായിരിക്കും നമുക്കത് യൂസ്ഫുൾ ആവുക. ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു 4 to 6 months മുൻപ് നമ്മൾ ചെയ്യേണ്ട, ബേസ് സ്ട്രോങ് ആക്കേണ്ട സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ബേസ് സ്ട്രോങ് ആക്കേണ്ട സമയമല്ല അല്ലെ. ഇപ്പം നമ്മുടെ ഓൾറെഡി ഉള്ള ലെവലിൽ നമ്മുടെ എക്സാമിന്റെ പെർഫോമൻസ് സ്ട്രോങ് ആക്കേണ്ട സമയമാണ്. ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട്, നെറ്റ് എക്സാമിന്റെ പെർഫോമൻസും മാർക്കും എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ആ ദിവസം ആ 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ മാത്രം അപേക്ഷിച്ചിരിക്കും. സോ ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരാൾ, പക്ഷെ അയാളുടെ എന്തെങ്കിലും കാരണം കൊണ്ടോ, അയാളുടെ ബേസ് സ്ട്രോങ് ആയതുകൊണ്ടോ, പണ്ട് നല്ല ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടായതുകൊണ്ടോ, എന്തെങ്കിലും കാരണം കൊണ്ട് ആ എക്സാം ടൈമിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതേസമയം എത്ര നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് മണിക്കൂറുകൾ പഠിച്ച് ആക്റ്റീവ് ലേണിംഗ് തന്നെ യൂസ് ചെയ്തെന്നിരിക്കട്ടെ, എത്ര ആക്റ്റീവായിട്ട് സൂപ്പർബായിട്ട് പഠിച്ചാലും എക്സാം ടൈമിൽ ആ 3 മണിക്കൂറിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പെർഫോം ചെയ്ത് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ
ഈ ഒരു കാര്യം, ഈ ഒരു ഒപ്റ്റിമൈസേഷൻ നമുക്ക് ചെയ്ത് ഇപ്പോൾ ഒരു അത്ലീറ്റ് അല്ലെങ്കിൽ ഒരു ഡാൻസറിന്റെ കാര്യം എങ്ങനെയാണ്, ഇവർ പണ്ട് എത്ര ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു എന്നൊന്നും അല്ല ഇവരുടെ റിസൾട്ടിനെ തീരുമാനിക്കുന്നത് അല്ലേ. ആ മൊമെന്റ് സ്റ്റേജിൽ കയറിയിട്ട് ആ മൊമെന്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അത്ലീറ്റ് ട്രാക്കിൽ ഇറങ്ങിയിട്ടുള്ള ആ മൊമെന്റ് എന്താ ചെയ്യുന്നത്, അത് മാത്രമേ നമ്മുടെ റിസൾട്ടിനെ ഡിറ്റർമിൻ ചെയ്യുള്ളൂ. പക്ഷെ ആ മൊമെന്റിൽ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് തന്നെയാണ് നമ്മുടെ നെറ്റിന്റെയും സൊല്യൂഷൻ കേട്ടോ. നെറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടത്, തിയറി വലിച്ചു വാരി പഠിക്കല്ല. അപ്പൊ ഈ തിയറി വലിച്ചു വാരി പഠിക്കുന്നതിന്റെ തിയറി വലിച്ചു വാരി പഠിക്കുന്നത് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പാസീവ് ലേണിംഗ് മെത്തേഡ്സ്. ഇതുകൊണ്ട് നമുക്ക് റിയൽ ലൈഫിലോ അല്ലെങ്കിൽ എക്സാമിനോ ഒരു യൂസും ഉണ്ടാവാൻ പോകുന്നില്ല. പാസീവായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ഇതൊന്നും നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരും പറയും പഠിച്ചതൊക്കെ മറന്നു പോകുന്നു മിസ്സേ, പിന്നെ എന്തിനാ പഠിക്കുന്നത്, ഇത്രയും പഠിക്കാനും ഉണ്ട്, ഇതെല്ലാം മറന്നും പോകും, പിന്നെ എങ്ങനെയാ ഇത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല, നമ്മൾ ആക്റ്റീവായിട്ട് ഇത് ലേൺ ചെയ്യുന്നില്ല, റിവൈസ് ചെയ്യുന്നില്ല. റിവൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എത്ര വലിയ ബുദ്ധിമാനായാലും പഠിച്ചത് മറന്നു പോകും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. അല്ലാതെ നോട്ട് വായിക്കുക, നോട്ടൊക്കെ നമ്മൾ വെറുതെ വായിച്ച് അത് ഹൈലൈറ്റ് ചെയ്ത് പോകും, പിന്നെ നമ്മളത് തിരിഞ്ഞു നോക്കൂല, റിവൈസ് ചെയ്യൂല. അതുകൊണ്ട് ഇതെന്താവും, പാസീവ് ലേണിംഗ് ആയിട്ട് പോകും. ഇതൊന്നും ചെയ്യാതെ ആക്റ്റീവ് റീകോൾ ചെയ്യണം. ആക്റ്റീവ് റീകോൾ എന്ന് വെച്ചാൽ എന്താ, ഒന്ന് ബ്രീഫായിട്ട് പെട്ടെന്ന് പഠിച്ചതിന് ശേഷം അത് ക്ലോസ് ചെയ്തിട്ട് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ അതിൻ്റെ ഒരു നല്ല യൂസ് ഉള്ള ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വിസുകൾ അറ്റൻഡ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എക്സാമിന് തൊട്ട് മുന്നുള്ള 30 ദിവസം ഡെയിലി ഓരോ മോക്ക് ടെസ്റ്റ് വെച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കോറിൽ ഒരു 30 to 40% ഉറപ്പായിട്ട് ഇൻക്രീസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും നിങ്ങളുടെ എക്സാമിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. എപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചാലും അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഉള്ളിൽ നിന്നും ആ ഇൻഫർമേഷൻ പുറത്തൊന്ന് എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ആവുകയും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനും മുന്നോട്ട് നിങ്ങളുടെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണം. സോ അത് നിങ്ങൾക്ക് പോസിബിൾ ആവണമെങ്കിൽ ആക്റ്റീവ് ലേണിംഗ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പാസീവ് ലേണിംഗ് മെത്തേഡ്സ് ക്വിറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്സിലേക്ക് പോകേണ്ട ഒരു സമയമാണ് കേട്ടോ. അതേപോലെ പ്രാക്ടീസ് മോർ ആൻഡ് സ്റ്റഡി ലെസ് ന്യൂ തിയറീസ്. ഇനി പുതിയ തിയറികളോ പുതിയ സബ്ജക്റ്റുകളോ പഠിക്കേണ്ട സമയമല്ല. ഇതുവരെ നിങ്ങൾക്ക് എന്തറിയാമോ അത് മാത്രം വെച്ചിട്ട് അത് ഒരുപാട് തവണ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുകയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയും, ഇനി നിങ്ങൾക്ക് അറിയാത്ത തിയറി ആണെങ്കിലും അതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും 5 വർഷം മിനിമം നമ്മൾ എല്ലാവരും എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു എക്കണോമിക്സുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലേ. അപ്പൊ ഇനി ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഗസ് ചെയ്ത് നമുക്കത് കറക്റ്റായി പറയാൻ പറ്റും. ആ ഒരു രീതിയിൽ എക്കണോമിക്സ് എങ്ങനെയായിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ആൻസറിനെ കണ്ടെത്തിയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സബ്ജക്ട് ബേസ്ഡ് ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒരു 6th സെൻസ് പോലെ ഫോം ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പലരും ലക്കാണെന്ന് പറയുന്നത്. പക്ഷെ അവിടെ ലക്കല്ല വർക്ക് ആവുന്നത്, അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് നോളജിൽ ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് അവർക്ക് അറിയാത്ത ചോദ്യത്തിന്റെ പോലും ശരി ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യണം. അവിടെ അറിയാത്ത ചോദ്യമാണെങ്കിലും അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് തെറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റുത്തരം പിന്നെ പഠിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് പിന്നെ അങ്ങനെ വിടരുത്. പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഒന്ന് റീഫ്രഷ് ആവും. എന്നിട്ട് വീണ്ടും ഈ മോക്ക് ടെസ്റ്റിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കുക. ശരി ഉത്തരങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അത് അപ്രൂവ്ഡ് ആയി പോകും, നമ്മുടെ ആ ചിന്തകളൊക്കെ ശരിയാണെന്ന്. തെറ്റുത്തരം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സില്ലി മിസ്റ്റേക്സ് ഉണ്ടാവും. അവിടെ നമ്മൾ വരുത്തിയ സില്ലി മിസ്റ്റേക്സ് നമ്മൾ നോട്ട് ചെയ്തിട്ട് നിർബന്ധമായിട്ടും അത് പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ അറിയാത്ത ചോദ്യങ്ങൾ അറിയാത്ത തിയറികളായിരിക്കും. അതൊന്ന് ബ്രീഫായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു തിയറിയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ പഠിക്കാൻ പറ്റും ആ രീതിയിൽ പെട്ടെന്ന് അതൊന്ന് പഠിച്ചു പോവുക. ഇങ്ങനെയാണ്, ഈ ഒരു പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ശരിക്കും എക്സാമിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതേപോലെ ഇനി നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെങ്ത്തുകളും ഉണ്ടാവും വീക്ക്നെസ്സും ഉണ്ടാവും. അറിയുന്ന ചോദ്യങ്ങളും ഉണ്ടാവും, അറിയാത്ത ചോദ്യങ്ങളും ഉണ്ടാവും. ഏതൊരു എക്സാമിനും ഇപ്പൊ നമ്മുടെ നെറ്റ് എക്സാമിന്റെ കാര്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്കൊരു ഫിക്സഡ് ഇതുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആദ്യത്തെ ഒരു 30% ക്വസ്റ്റ്യൻസ്
ഒരുപാട് ഈസി ആയിരിക്കും. നിങ്ങൾ +2 വരെ എക്കണോമിക്സ് പഠിച്ചാലും നിങ്ങൾക്ക് ഈ കാറ്റഗറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിയിലുള്ള ഒരു 30% ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു 40% ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും? ആവറേജ് ആയിരിക്കും. അതായത് അത്യാവശ്യം ഒരു സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന 30% എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നമ്മുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസ് വന്നാൽ പോലും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ബുദ്ധിമുട്ടിന്ന് വരും. അത്ര ലെവൽ ഓഫ് ഹാർഡ്നെസ് അല്ലെങ്കിൽ ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 30% ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ 100% ഒന്നും വേണ്ട നിങ്ങൾക്ക് പാസ്സാവാൻ, അല്ലേ? നിങ്ങൾക്ക് ടോപ്പ് 1%ലോ ടോപ്പ് 6%ലോ എത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് എങ്ങനെയാണ് ആ ഒരു ടോപ്പ് 6ലേക്ക് എത്താൻ പറ്റുക, അതിന് നമ്മുടെ സ്ട്രെങ്ത് മാക്സിമൈസ് ചെയ്യണം. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമുക്ക് അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ടോപ്പിക്കാണ് എൻ്റെ സ്ട്രെങ്ത്, ഇന്ന ടോപ്പിക്കാണ് എൻ്റെ വീക്ക്നെസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് ഫോക്കസ് ചെയ്യണം. അവിടെ നിങ്ങളുടെ സ്ട്രെങ്ത് ഓൾറെഡി സ്ട്രോങ് ആണ്, അല്ലേ? വീക്ക്നെസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മറികടക്കാൻ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ നമ്മൾ ഉള്ള ലെവലിൽ നിന്നും ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകുള്ളൂ, അല്ലേ? അപ്പൊ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വീക്ക്നെസ്സിൽ ഫോക്കസ് ചെയ്യുക. വീക്ക്നെസ് ആയിട്ട് വരുന്ന ഏരിയാസ് വീണ്ടും വീണ്ടും പഠിക്കുക. അതേസമയം എക്സാം ഹാളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ നേരെ ഉൾട്ടാണ് ചെയ്യേണ്ടത്. എക്സാം ഹാളിൽ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അറിയാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, 30% ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയാത്ത ചോദ്യങ്ങളായിരിക്കും. എല്ലാവർക്കും അത് നിർബന്ധമായിട്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ചോദ്യം മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ, 1 മിനിറ്റിന്റെ ഉള്ളിൽ ഇതിന്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക? അത് വേസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളിൽ നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ നിങ്ങൾ ഒരിക്കലും സില്ലി മിസ്റ്റേക്ക് വരുത്തരുത് എന്ന് ഡബിൾ ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മാർക്ക് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് മേലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 300-ൽ 300 മാർക്കല്ല നെറ്റിന് ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് 200 എന്നുള്ള കാറ്റഗറിയിൽ എത്തിയാൽ തന്നെ, ഈവൻ അൺറിസർവ്ഡ് കാറ്റഗറി കട്ട് ഓഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 200, 210 ആണ്, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം JRF കട്ട് ഓഫ് വന്ന് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എത്തിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? അതും ടോപ്പ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ക്രാക്ക് ചെയ്യാം, JRF ക്രാക്ക് ചെയ്യാം. 210 മാർക്ക് എന്ന് വെച്ചാൽ 90 മാർക്ക് നിങ്ങൾ കളയാൻ നിങ്ങൾക്കുള്ള ഫ്രീഡം എൻഡ് ചെയ്യുന്നുണ്ട്. 90 മാർക്ക് എന്ന് വെച്ചാൽ എത്രയാ? ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്. അതായത് 45 ചോദ്യങ്ങൾ നിങ്ങളോട് തെറ്റിച്ചോളൂ എന്ന് NTA പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഒന്നും പേടിക്കണ്ട, അല്ലേ? അപ്പൊ 45 ക്വസ്റ്റ്യൻസ് വരെ തെറ്റിച്ചാലും നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ അറിയാത്ത ചോദ്യങ്ങൾ തെറ്റിച്ചാൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? അറിയുന്ന നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ സില്ലി മിസ്റ്റേക്ക് വരുത്താതെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്സ് ഇംപ്രൂവ് ആവുകയും നിങ്ങൾക്ക് ഈസി ആയിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലാസ്റ്റ് മന്തിൽ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോ ഒരു ഗൈഡൻസോ വേണമെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബാച്ചിൽ ലോഞ്ച് ചെയ്താൽ മതി കേട്ടോ, ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 6 മന്ത് ബാച്ച്, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഡിസംബറിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ജൂണിൽ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഓഫറാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ജൂൺ 2025 എന്നുള്ള 6 മന്ത് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡിസംബർ എക്സാമിനുള്ള 2 മന്ത് കോച്ചിങ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒറ്റ ഫീസ് നിങ്ങൾ പേ ചെയ്ത് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, അല്ലേ? ഇതാരും മിസ് ചെയ്യരുത്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9778826292 എന്നുള്ള നമ്പറാണ് കേട്ടോ. ഇനി എക്കണോമിക്സ് സ്റ്റുഡൻ്റ് അല്ല, വേറെ പേപ്പേഴ്സ് ആണെങ്കിൽ ജനറൽ പേപ്പർ തനിച്ചും അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, കൊമേഴ്സ്, മാനേജ്മെന്റും CSIR ഫിസിക്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയരുത്. എല്ലാവരും സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചിട്ട് ഇത്തവണ എന്തായാലും നെറ്റോ JRF ഒക്കെ നേടി മുന്നോട്ട് പോകണം. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.